അടക്കമുള്ള 14 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കുള്ള വിസാ നിയമത്തിൽ സുപ്രധാന മാറ്റം വരുത്തി സൗദി അറേബ്യ. 14 രാജ്യങ്ങളെ മൾട്ടിപ്പിൾ എൻട്രി വിസകളിൽ നിന്ന് സിംഗിൾ എൻട്രി വിസയിലേക്ക് പരിമിതപ്പെടുത്തിയാണ് സൗദിയുടെ പുതിയ മാറ്റം. 2025 ഫെബ്രുവരി 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ദീർഘകാല സന്ദർശന വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുന്ന അനധികൃത ഹജ്ജ് തീർത്ഥാടകർ ഉണ്ടാക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ കൂടിയാണ് സൗദിയുടെ പുതിയ നീക്കം. അൾജീരിയ, ബംഗ്ലാദേശ്, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ടുണീഷ്യ, യമൻ എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസം, ബിസിനസ്, കുടുംബ സന്ദർശനങ്ങൾക്കുള്ള 1 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ സൗദി ഭരണകൂടം അനിശ്ചിതകാലത്തേക്ക് നീക്കിവെച്ചു. ഈ 14 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സിംഗിൾ എൻട്രി വിസകൾ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കൂ. ഇതിന് 30 ദിവസത്തെ കാലാവധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഹജ്ജ്, ഉംറ, ഡിപ്ലോമാറ്റിക് റെസിഡൻസി വിസകളെ ഇത് ബാധിക്കില്ല. മൾട്ടിപ്പിൾ എൻട്രി വിസകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ സിംഗിൾ എൻട്രി വിസകളിലേക്ക് പരിമിതപ്പെടുത്തിയത്. ചിലർ മൾട്ടിപ്പിൾ എൻട്രി വിസ ഉപയോഗിച്ച് രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് ശരിയായ അനുമതിയില്ലാതെ ജോലി ചെയ്യുന്നതിനോ ഹജ്ജ് നിർവഹിക്കുന്നതിനോ അധികമായി താമസിക്കുന്നു. പുതിയ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രവാസികളെയാണ്. 1 വർഷം വരെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ഉപയോഗിച്ചാണ് പ്രവാസി കുടുംബങ്ങൾ സൗദിയിലേക്ക് എത്തിയിരുന്നത്. ഈ വിസകളിൽ എത്തുന്നവർക്ക് 3 മാസം വരെ തുടർച്ചയായി രാജ്യത്ത് നിൽക്കാൻ സാധിക്കും. പിന്നീട് ഓൺലൈൻ വഴിയോ സൗദിക്ക് പുറത്തുപോയി വന്നോ വിസ പുതുക്കാൻ സാധിക്കും. ഇങ്ങനെ 1 വർഷം വരെ സൗദിയിൽ തുടരാമായിരുന്നു. എന്നാൽ ഈ വിസ ഇനി മുതൽ ലഭ്യമാകില്ല. അതിനിടെ ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധ നഗരമായ സൗദി അറേബ്യയിലെ മക്കയിലും മദീനയിലും ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിക്ഷേപം നടത്താമെന്നൊരു വാർത്തയും പുറത്തുവരുന്നു. മക്കയിലും മദീനയിലും റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള ലിസ്റ്റഡ് കമ്പനികളിൽ വിദേശ നിക്ഷേപകർക്ക് നിക്ഷേപം നടത്താമെന്ന് സൗദി അറേബ്യയുടെ മാർക്കറ്റ് റെഗുലേറ്റർ പ്രഖ്യാപിച്ചു. ആഗോള നിക്ഷേപം ആകർഷിക്കുന്നതിനും രാജ്യത്തെ പ്രധാന മതനഗരങ്ങളിലെ പദ്ധതികൾക്ക് പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സൗദിയുടെ പുതിയ നീക്കത്തിന്റെ ഭാഗമായാണ് തീരുമാനം. ഇസ്ലാം മതവിശ്വാസികൾ പുണ്യനഗരമായി കണക്കാക്കുന്ന മക്കയിലും മദീനയിലും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും എത്താറുള്ളത്. ഹജ്ജ്, ഉംറ അടക്കമുള്ളവ നിർവഹിക്കാനാണ് കൂടുതൽ പേരും എത്തുന്നത്. സൗദി അറേബ്യയുടെ വരുമാന സ്രോതസ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. $12 ബില്യൺ 2019 വരുമാനമായി സൗദിയിലെത്തിയത്. 2030 ആകുമ്പോഴേക്കും ഇത് 30 ബില്യണിലേക്ക് എത്തിക്കാനാണ് സൗദിയുടെ നീക്കം. മറ്റു സ്രോതസ്സുകളിൽ നിന്നടക്കം വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വിഷൻ 2030 എന്ന പേരിൽ ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട്. ഈ നിക്ഷേപങ്ങളിൽ ഇന്ത്യക്കാർക്കും പങ്കെടുക്കാൻ സാധിക്കും. ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നിക്ഷേപം നടത്താൻ സാധിക്കുകയുള്ളൂ. മക്കയിലേക്കും മദീനയിലേക്കും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ട് കൂടുതൽ ഇന്ത്യക്കാർ നിക്ഷേപവുമായി എത്തുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.